ഹായ് സുഹൃത്തുക്കളെ, അലിപരിപ്പാടിയാണ്. അപ്പഴേ നമ്മളെ ഈ മണ്ണില് ഫോണ് കുഴിച്ചിട്ടാല് ഫോണിന്റെ മുകളിൽ മണ്ണ് വന്നാല് ഫോണ് ബെല്ലടിക്കുമോ എന്നുള്ള ഒരു ചെക്കിങ് ആട്ടോ. കാരണം നമ്മളെ അർജുന് കാണാതായിട്ടുള്ള മണ്ണിടിച്ചില് കാണാതായിട്ടുള്ള അർജുന്റെ ഫോണ് ബെല്ലടിച്ച് നമ്മൾ ന്യൂസിലെല്ലാം കണ്ടിരുന്നു. അപ്പൊ അത് സംഭവം എന്താണ്, നമ്മളടുത്ത് ഒത്തിരി മണ്ണൊന്നുമില്ല, കുറച്ച് മണ്ണേ ഉള്ളൂ. ഈ മണ്ണ് ഞാൻ ഫോണൊന്ന് കുഴിച്ചിടാട്ടോ. കുഴിച്ചിട്ടാല് എങ്ങനെയാണ് ബെല്ലടിക്കോ എന്നുള്ളത് ഒന്ന് നോക്കാൻ വേണ്ടിയാണ്. നമുക്കറിയാലോ എന്താണ് സംഭവം എന്നുള്ളത്. അപ്പൊ ഈ ഫോണ് ബെല്ലടിക്കുന്നുണ്ട് കേട്ടോ. ഈ ഫോണ് ബെല്ലടിക്കുന്നുണ്ട്. അപ്പൊ ഞാനിതൊന്ന് ഇതിന്റെ അടിയിലേക്ക് കുഴിച്ചിടാട്ടോ. അത് കുഴിച്ചിട്ടിട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കാണാൻ അറിയാൻ വേണ്ടിയാണ്. പേപ്പറിൽ പൊതിയണം, എന്തെങ്കിലും ഫോണിനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി കേട്ടോ. ഇനി നമ്മൾ കൈക്കോട്ടുകൊണ്ട് കുത്തുന്ന സമയത്ത് ഒന്ന് പറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് സേഫ്റ്റിക്ക് വേണ്ടി പേപ്പറിൽ പൊതിയുന്നുണ്ട്. സത്യത്തില് എത്രയോ മീറ്റർ മണ്ണാണ് അവരെ ഇതിന്റെ ട്രക്കിന്റെ മുകളിലേക്കൊക്കെ വീണ് എന്ന് നമ്മൾ സങ്കല്പിക്കുന്നത്. നമുക്ക് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. എത്രയും പെട്ടെന്ന് അർജുനെ കണ്ടു കിട്ടട്ടെ. നമുക്ക് എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കട്ടോ. ഏതായാലും കവറിലൊന്ന് പൊതിയാം, ഒന്ന് ചുറ്റ. ഞാൻ മണ്ണ് അതിന്റെ മുകളിലോട്ട് ഇടാൻ പോവാണ് കേട്ടോ. നമുക്ക് ഒത്തിരി മീറ്റർ കണക്കിന് മണ്ണൊന്നും ഇല്ല. ഒരു ചെറിയൊരു ഒരടി ഒക്കെ ഇതിന്റെ മുകളിൽ വരുള്ളൂ കേട്ടോ. അതും കൂടി മനസ്സിലാക്കണം. ഈ ഒരടി വന്നാൽ തന്നെ നമുക്ക് എങ്ങനെയാണ്, ആരും ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഒരടിയൊക്കെ ഉണ്ടാവുള്ളൂ. ഈ മണ്ണിട്ടാല് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കാം. ഇത്ര മണ്ണില് എങ്ങനെയാണ് ബെല്ലടിക്കുമോ എന്നുള്ളതൊന്നും അറിയണല്ലോ. ഓ, ഇതില് ബെല്ലടിക്കുന്നുണ്ട് കേട്ടോ. ബെല്ലടിക്കുന്നുണ്ട്. അപ്പൊ ഇത് എല്ലാവർക്കും ഇങ്ങനെ ഫോണ് മൂടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഈ രീതിയിൽ മൂടിയിട്ടും നല്ലൊരു എക്സ്പെരിമെന്റ് തന്നെയാണ്. കാരണം ഇങ്ങനെ മണ്ണിട്ടാലൊക്കെ ഇപ്പം ഫോണ് ബെല്ലടിക്കും എന്നുള്ളത് ഉറപ്പായല്ലോ. ഓക്കെ. അപ്പൊ എല്ലാരും ഒന്ന് പ്രാർത്ഥിക്കട്ടോ. എല്ലാരും ഒന്ന് പ്രാർത്ഥിക്കുക. നമ്മളെ അർജുന് എത്രയും പെട്ടെന്ന് കിട്ടട്ടെ, ജീവനോടെ കിട്ടട്ടെ.